വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാൻ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാൻ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. നിൻ രുധിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കരുളാൻ പാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമഹോ. പാത്രതയേതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമഹോ. ഇപ്പോൾ 1, 2 പാഠങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 18-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കലിൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കലിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിലിരിപ്പീൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്ന്, നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്ത് അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്ത്, പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. 2-ാം പാഠഭാഗമായി
9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. റോമർ 12:9 മുതൽ 16 വരെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ഇവിടെ പാഠങ്ങൾ രണ്ടും അവസാനിച്ചിരിക്കുന്നു. കാണുന്നു സ്വർഗസ്ഥാപിതാവിൻകാതിരേ ശോഭിപ്പിക്ക ഞങ്ങളെ ഇന്ന്. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസേരാം ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹ ശമനം ചെയ്വതിനിന്നയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേശു മസിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗസ്വനായ പിതാവിന്റെ പുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യാമറിയാമിൽ ജഡം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാത്രിത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും റുഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോ കുറിയേലായിസോ 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 പൗലോസ് ശ്ലീഹാ ഭാഗ്യവാൻ ചൊല്ലിടുന്നു നിങ്ങളെ ഞങ്ങളറിയിച്ചതന്യേ മാറ്റൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാ ദൂതൻ താനേൽക്കും സഭയിൽ പലതരമുപദേശങ്ങളാകോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൾ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പി മണിക്കാരനുമായ പൗലോസ്ലിഹായുടെ കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നിന്നും സ്ലീഹന്മാരുടെ അനുസ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമല്ലാതെ ആയിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപത്തിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായി നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും
എല്ലാ ഇപ്പോഴും തന്നെ. ആമേൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിനെ സ്തുതി. തന്നെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശുമിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവ ഇപ്രകാരം സംഭവിച്ചു. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ദൈവിതമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനിയാലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനൽ അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചോളൂവിനെന്ന് പറഞ്ഞു. കർത്താവാകുന്നതെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തിന്, നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവർ എഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പാപികളെ പാരലോകേ ചേർപ്പാൻ വഴിയായി പാഴുതാറ്റ സുവിശേഷം കൽപ്പിച്ച രക്ഷകനേ ഞങ്ങളുടെ മാധ്യേ നീ എഴുന്നള്ളി ഹല്ലേലൂയ സോമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട്
അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്ലീബായുടെ മരത്തിൽ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗത്താൽ നമ്മുടെ കടങ്ങളെ പരിഹരിക്കുകയും താൻ മരിക്കുകയും തൻ്റെ മരണത്താൽ നമ്മെ ജീവിപ്പിക്കുകയും താൻ ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും താൻ സ്വർഗത്തിലേക്ക് കരേറുകയും തന്നോടുകൂടെ നമ്മെ കരയേറ്റുകയും ചെയ്ത സ്വീകാര്യമായ കാഴ്ചയായിരിക്കുന്ന മശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മെസ്സിഹായി, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്ക് നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതി സ്തോത്രം എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവെ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് തൻ്റെ വിശുദ്ധാലയത്തിൽ കൂടി നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കിപ്പാർക്കുന്ന നിന്റെ ദാസന്മാരും ദാസികളുമായ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവതല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മികായുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ ഞങ്ങളെ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീബയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന ഉത്തരമായി ചൊല്ലണം.
പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ആമേൻ. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകാപുത്രനും സർവ്വലോകങ്ങളും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വിശുദ്ധരൂഹായാൽ കന്യമറിയാം ജഡം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുവപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയും തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സംസാരിച്ചവനുമായ ജീവനും കാതോലിക അപ്പോസ്തലികവുമായ ഏകവിശുദ്ധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. പാറിക്കുമാ സൗമൻ കാലോ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചന ശുശ്രൂഷയുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ചട്ട്പട്ട് ഇടവകയിൽ വിവിധ ശുശ്രൂഷകളിൽ നിങ്ങളോട് പങ്കുചേരുവാൻ, ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാനൊക്കെ അവിടുന്ന് സഹായിച്ചു. ദൈവത്തിന് സ്തുതിസ്തോത്രം. പട്ടക്കാരുടെ ശുശ്രൂഷ മേഖലകളിൽ അവരുടെ ശുശ്രൂഷകളിൽ ജനങ്ങൾ നൽകുന്ന കൈത്താങ്ങാണ് അതിൻ്റെ വിജയം, അതിൻ്റെ എല്ലാ അർത്ഥവും നൽകുന്നത്. ഇത്തരത്തിൽ ഈ നാളുകളിൽ ശുശ്രൂഷകളിൽ, വിശിഷ്യ വചന ശുശ്രൂഷയിൽ നിങ്ങൾ നൽകിയതായ പ്രാർത്ഥനയുടെ, പ്രോത്സാഹനത്തിൻ്റെ, എല്ലാ കരുതലിൻ്റെയും ശുശ്രൂഷകൾക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾ തുടർന്നും ഈ ശുശ്രൂഷയിൽ എന്നെ ഓർക്കണം, പ്രാർത്ഥിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് സഭ തിരുവചന ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 30. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഹി മസ്റ്റ് ഇൻക്രീസ് ബട്ട് ഐ മസ്റ്റ് ഡിക്രീസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനം നീ ആകുന്നു, ഞങ്ങളും നിൻ്റേതാകുന്നു. വചനത്തിൽ വേരൂന്നി വളർന്ന് 30, 60, 100 മേനി ഫലം കായ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇടയാക്കണമേ. ലോകത്തിൻ്റെ പ്രതിസന്ധിയിൽ, ഞങ്ങളുടെ ഭയത്തിൽ, ഞങ്ങളുടെ ആകുലതയിൽ, ഞങ്ങളുടെ രോഗത്തിൽ നീ കൂട്ടായി സഖിയായി കൂടെയുണ്ടല്ലോ. ശിഷ്യത്വം നൽകുന്ന വെല്ലുവിളികളെയും സാധ്യതകളെയും ഞങ്ങൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ നീ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ. ആമേൻ.
മതങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ വിവിധങ്ങളാണ്. അനുയായികൾ ആരാധകർ കൂടുന്നു എന്നുള്ളതും ശിഷ്യന്മാർ നന്നേ കുറയുന്നു എന്നുള്ളതും ഈ കാലത്ത് എല്ലാ മതങ്ങളും നേരിടുന്നതായ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ക്രിസ്തീയ മതവും സഭകളും ഈ വെല്ലുവിളികളിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നല്ല. വിശ്വാസികൾ, ആരാധകർ, അനുയായികൾ എണ്ണം ധാരാളമായി കൂടുമ്പോൾ ശിഷ്യരാകുന്നതായ ആളുകളുടെ എണ്ണം നന്നേ കുറയുന്നു എന്നുള്ളത് ഒരു വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ അതാണ് സംഭവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഒരു വിശ്വാസിയിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് ഇനിയും ധാരാളം യാത്ര ഉണ്ട് എന്നാണ് ഇത് നമ്മെ ഓർപ്പിക്കുന്നത്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളെ, അർത്ഥങ്ങളെ ഗ്രഹിപ്പാനായി തിരുവചനം നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ സഭ പ്രതിജ്ഞാബദ്ധമാണ്, സഭയുടെ നിയോഗമാണ്. അതിലേക്ക് ജനങ്ങളെ കൈപിടിച്ച് ആനയിക്കുക എന്നുള്ളത് ഓരോ ഇടവകയുടെയും ഓരോ സഭയുടെയും നിയോഗമായി നാം തിരിച്ചറിയണം. ഈ കാലങ്ങളിൽ നാം അനുഭവിക്കുന്നതായ കൊടിയ യാതനകളുടെ, വേദനകളുടെ, ഭയത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ ക്രിസ്തീയ ശിഷ്യത്വം നമുക്ക് നൽകുന്നതായ വലിയ വെല്ലുവിളികളും സാധ്യതകളും തിരിച്ചറിയുവാൻ നമുക്കിടയായിത്തീരണം. ഇന്നത്തെ നമ്മുടെ വചന കേൾവി അതിന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശിഷ്യത്വത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ, റിക്വയർമെൻറ്റ്സ്, അത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിഷയീഭവിക്കണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ശിഷ്യത്വം ആവശ്യപ്പെടുന്നതായ നിലപാടുകൾ, ശിഷ്യത്വം ആവശ്യപ്പെടുന്നതായ ഒരുക്കങ്ങൾ, ഒരു ശിഷ്യനുണ്ടാകേണ്ടതായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശാന്തമായി പരിശോധിക്കാം. ശിഷ്യത്വത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് അർത്ഥമാകുന്നതായ പ്രസക്തമായ ചിന്തകളിൽ പ്രധാനം അത് സ്വയത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഡിനൈ ദ സെൽഫ്. ഈ കാലത്ത് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതായ വാക്ക് സെൽഫി എന്നുള്ളതായ വാക്കാണ്. പഴയ കാലത്തൊക്കെ നാം ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് മറ്റ് ഒരാൾ സഹായത്തിൽ നാം എടുക്കുന്നതായ ഫോട്ടോസ് ഒക്കെയാണ്. എന്നാൽ ഈ കാലത്ത് ഒരാളുടെ സഹായം കൂടാതെ സ്വയമായി എടുക്കുവാനുള്ള സംവിധാനങ്ങൾ നാം ആവിഷ്കരിച്ചിരിക്കുകയാണ്. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതായ ഒരു കാലത്ത് നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് കൊറോണ നമ്മുടെ ഇടയിലേക്ക്, നമ്മിലേക്ക് വന്നു ചേർന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് ഡിനൈ ദ സെൽഫിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. എപ്പോഴും സെൽഫ് എസ്റ്റീം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തിത്വത്തിന് സെൽഫിനെ കുറിച്ചുള്ള നല്ല ധാരണ ആവശ്യമാണ്. എന്നാൽ സെൽഫിഷ്നെസ്സായി മാറുന്ന, സെൽഫ് മോട്ടീവായി മാത്രം ജീവിക്കുന്ന ഒരു തലം അതിൽ ഏറെ ഉണ്ട് എന്നുള്ളത് അത് ശിഷ്യത്വത്തിന് വളരെ അപകടകരമായ ഒരു തലമായി മാറും എന്നുള്ളതും നാം തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളോട് കർത്താവ് പറയുന്നത് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നാണ്. യോഹന്നാൻ പറയുന്നതിൻ്റെ മറുകുറിപ്പും ഇതുതന്നെയാണ്. തന്നെത്താൻ കുറയണം, തന്നെത്താൻ ത്യജിക്കണം എന്നുള്ളതിൻ്റെ തന്നെ ഒരു മറുവാക്യമായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്.
ഇന്ന് നാം ആയിരിക്കുന്നതായ എല്ലാ സ്വാർത്ഥതയുടെ അനുഭവങ്ങളെയും നിഷേധിക്കാതെ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുവൾക്ക് സാധിക്കയില്ല എന്നുള്ളത് ഈ ഭാഗം നമ്മെ പ്രത്യേകം നിരന്തരം ഓർപ്പിക്കുന്നു. ശിഷ്യത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടുള്ളതായ ചിന്തകനാണ് ഡിട്രിച്ച് ബോൺഹോഫർ. അമേരിക്കയിൽ എല്ലാവിധമായ സാഹചര്യങ്ങളിലും തൻ്റെ ജീവിതം ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ പാണ്ഡിത്യത്തിലൊക്കെ വിരാജിക്കുന്നതായ കാലത്താണ് നാസി ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുവാൻ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരികയും തൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി നാസി ഭരണകൂടം അദ്ദേഹത്തെ തടവിലാക്കുകയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം മരണത്തെ പുൽകുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഒരുവൻ കർത്താവിനെ അനുഗമിപ്പാനായിട്ട് ഇച്ഛിച്ചാൽ അവൻ ക്രൂശിക്കപ്പെടുവാനായി തയ്യാറാകണം എന്നാണ് ഡിട്രിച്ച് ബോൺഹോഫർ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾവേസ് കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ് എന്നാണ് ശിഷ്യത്വത്തെക്കുറിച്ച് ബോൺഹോഫർ പറയുന്നത്. അത് വില കുറഞ്ഞതല്ല, വില കൂടിയതാണ്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഈ വില നൽകുന്നതാണ് ഡിനയൽ ഓഫ് സെൽഫ് എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് തൻ്റെ ജീവിതത്തെ, തങ്ങളുടെ സ്വത്വത്തെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ശുശ്രൂഷകൾ വ്യാപരിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടതായ ആരോഗ്യ പ്രവർത്തകരെ നാം ഈ സമയത്ത് നന്ദിയോടെ ഓർക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ വെറുതെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും എന്നുള്ളതായ കർത്താവിൻ്റെ വാക്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത് ഇത്തരത്തിലാണ്. അതുകൊണ്ട് ജീവനെ നൽകി ജീവനെ നേടുന്ന വലിയ ശുശ്രൂഷയുടെ പങ്കുകാരായി നമുക്ക് മാറാം. ശിഷ്യത്വത്തിലേക്ക് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണോ, നമ്മുടെ മുൻഗണനകളാണ്? സോ റീഡിഫൈൻ അവർ പ്രയോറിറ്റീസ് ഓഫ് ലൈഫ് വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകളെ ദൈവഹിതത്തിനനുസരിച്ചായിട്ട് പുതുക്കുവാൻ, പുനർനിർണയിക്കുവാൻ, പുനരാവിഷ്കരിക്കുവാൻ ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നു. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഡിസയർ ടു ബി എ സെർവൻറ്റ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാസ്യ ശുശ്രൂഷയിലേക്ക് ഉള്ള അഗമ്യമായ താല്പര്യം, പാഷൻ ടു ബിക്കം എ സെർവൻറ്റ്. ഇതാണ് ഞാനോ കുറയണം എന്നുള്ള വാക്യത്തിൻ്റെ അന്തസത്ത എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, തന്നെ നിഷേധിക്കുക. രണ്ട്, ദാസ്യ ശുശ്രൂഷ സ്വമനസാലെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വല്ലാതെ കർത്താവിനെ തെറ്റിദ്ധരിച്ചതായ ജനക്കൂട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ. There is a huge difference between crowd and disciple. ക്രൗഡ് എപ്പോഴും കർത്താവിൻ്റെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിച്ചിരുന്നതായ ആളുകളാണ്. They sought Jesus for help in their own troubled life. They need miracles, they need blessing. Whereas disciples really wanted Jesus and they to be like Jesus, and they asking God to rule over their lives. അപ്പോൾ ജനക്കൂട്ടം കർത്താവിനെ കേൾക്കുന്നതിന് താല്പര്യമാണ്.
എന്നാൽ അവനെ പോലെ ആയിരിക്കുന്നതിൽ അത്ര പ്രിയമുള്ളവരല്ല എന്നാണ് നാം കാണുന്നത്. ഈ വലിയ വ്യത്യാസം സഭയിലും വിശ്വാസ സമൂഹത്തിലും ഇന്ന് വളരെ പ്രസക്തമാണ് എന്നാണ് എൻ്റെ ചിന്ത. നാം ഒരു ക്രൗഡായി കേവല വിശ്വാസികളായി തുടരുന്നതായ യാഥാർത്ഥ്യമാണോ? കർത്താവിനെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അനുയായിയായി അനുഗമനം ചെയ്യുന്ന ആളുകളായി മാറുന്നു എന്നുള്ളത് എപ്പോഴും പ്രസക്തമായ ഒരു ചിന്തയാണ്. ഡിസയർ ടു ബി എ സെർവൻ ശിഷ്യത്വത്തിൻ്റെ അനിവാര്യമായ യാഥാർത്ഥ്യമായി നാം തിരിച്ചറിയണം. അവിടെ നാം തിരിച്ചറിയേണ്ടതായ, കർത്താവിൽ നിന്ന് പഠിക്കുന്നതായ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ക്വാണ്ടിറ്റി. എപ്പോഴും കർത്താവിനെ അനുഗമിക്കുന്നതായ ശിഷ്യന്മാർ ഒരു ചെറുകൂട്ടമായിരുന്നു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമാണ്. വലിയ ജനക്കൂട്ടം കർത്താവിന് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോഴും അവനെ അനുഗമിക്കുകയും അവനു വേണ്ടി ജീവിതം നൽകാൻ തയ്യാറായതും ഒരു ചെറുകൂട്ടമായിരുന്നു എന്ന് നാം മറന്നുപോകും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഇൻ റിലേഷൻഷിപ്പ്, നോട്ട് ഗൈഡഡ് ബൈ റൂൾസ്. എപ്പോഴും കർത്താവിനോടുള്ള ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കുക എന്നുള്ളതല്ല ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങളിൽ അടുത്ത പടി. റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്, നോട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മറ്റൊന്ന്, ഇൻഫ്ലുവൻസ് നോട്ട് കൊയേർഷൻ. എത്ര സ്വാധീനം ശിഷ്യന്മാർ സമൂഹത്തിൽ ചെലുത്തുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ചിന്തയാണ്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന നിയോഗത്തിലൂടെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഉപ്പ് അല്പം മാത്രം മതി, ഇരുളിൽ ഒരു ചെറിയ തിരി മാത്രം മതി. അത് സകലത്തെയും പ്രകാശിപ്പിക്കുകയും മുഴുവൻ പദാർത്ഥങ്ങൾക്കും രുചി പകരുകയും ചെയ്യുന്നതായ അനുഭവമായി മാറും. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഡസൻ മാറ്റർ, ബട്ട് ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ന് വിശ്വാസ സമൂഹത്തിന് ഈ ക്വാളിറ്റി നഷ്ടമായിട്ടുണ്ടോ? സെർവൻഹുഡ്, സമർപ്പണത്തിൻ്റെതായ ദാസ്യ ശുശ്രൂഷ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? രാജാവായ കർത്താവിനെ ആരാധിക്കുവാനും വണങ്ങുവാനുമാണ് നമുക്ക് താല്പര്യം. പാത്രത്തിൽ വെള്ളമെടുത്ത് അരയിൽ തൂവാല ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ തുടച്ച് കഴുകിയതായ, തുവർത്തിയതായ കർത്താവിനെ നാം മറന്നുപോകരുത്. ശിഷ്യത്വം ആവശ്യപ്പെടുന്നതായ ദാസ്യത്തിൻ്റെതായ ശുശ്രൂഷ, അത് നമുക്ക് പകരുന്നതായ ആത്മബോധവും ധൈര്യവും, അത് പകരുന്നതായ വിനയം, ഇത് ഈ ലോകത്തിന് മാറ്റത്തിന് പ്രതീകമാണ്, പ്രസക്തമാണ് എന്ന് നാം പ്രത്യേകം ഓർക്കണം. സൂര്യൻ അസ്തമിക്കാത്തതായ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യം, അതിനെ ലാളിത്യത്തിൻ്റെ പ്രതീകമായ ഗാന്ധിജിയുടെ എളിമയുടെ, ദാസ്യ ശുശ്രൂഷയുടെ, ജീവിത ശൈലിയുടെയാണ് തുരത്തിയെറിഞ്ഞത് എന്ന് നാം ഓർക്കേണ്ടത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ലാളിത്യം വലിയ മൂല്യമാണ്. ദാസ്യ ശുശ്രൂഷ വലിയ ആത്മബലമാണ്. അത് സകല അധികാരങ്ങളെയും സകല വാഴ്ചകളോടും പ്രതിരോധിക്കുവാനുള്ളതായ കരുത്ത് നൽകുന്നതാണ്. ഈ കാലത്ത് ദാസ്യ ശുശ്രൂഷ സഭയോട്, വിശ്വാസികളോട്, ശിഷ്യന്മാരോട് ലോകം ആവശ്യപ്പെടുന്നു, ദൈവം ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ നിയോഗമായി, ശിഷ്യത്വത്തിൻ്റെ ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദാസ്യ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിപ്പാൻ, നമ്മുടെ ലോകത്ത് ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ തലത്തെക്കുറിച്ചാണ് നാം ധ്യാനിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്.
ഡെഡിക്കേറ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിനു വേണ്ടി സമർപ്പിതരായ ശുശ്രൂഷയാണ് ശിഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ വളരണം, ഞാൻ കുറയണം. അവൻ വളരണമെങ്കിൽ നാം കുറയുക മാത്രമല്ല, അവനു വേണ്ടി സമർപ്പിതരായി ജീവിക്കുക കൂടെ അന്തർലീനമായിരിക്കുന്നതായ ശുശ്രൂഷയാണ്. സുവിശേഷ പ്രവർത്തനങ്ങൾ, മിഷൻ എല്ലാം ഇതിൽ അർത്ഥമായിരിക്കുന്നു. സമർപ്പിതരായ സുവിശേഷ വേലക്കാരാണ് ദൈവരാജ്യത്തിൻ്റെ വക്താക്കൾ. ഞാൻ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഫറൻസിൽ സംബന്ധിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഷെയർ ചെയ്യുകയുണ്ടായി. എനിക്ക് ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ അതീതികമായ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ അപൂർവമായി മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ നമ്മുടെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നതായ ഈ താല്പര്യത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിച്ചു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് തിരിച്ചറിയുവാനായിട്ട് ശ്രമിച്ചു. ഞാൻ നിർദ്ദേശിച്ചു, സഭയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറെ ഹിതകരം. അതുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിലേക്ക് വരണം, അവിടെ സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് സഭയുടെ ശുശ്രൂഷ മേഖലയിലേക്ക് പ്രവേശിക്കണം. കർത്താവിനെ കണ്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ ശ്രമിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചെറുപ്പക്കാരനെ പോലെ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തുപോയി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുക എന്നുള്ള ചിന്ത വളരെ ദുഷ്കരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിന് എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ഈ ദേശത്തുള്ള ശുശ്രൂഷയിൽ മാത്രമാണ് താല്പര്യം എന്ന് എന്നോട് പറയുകയുണ്ടായി. വാട്ട് അബൌട്ട് അവർ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഗോസ്പൽ? നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ടുള്ളതായ ഒരു ശുശ്രൂഷയാണ് പലപ്പോഴും വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് വളരുകയാണോ തളരുകയാണോ? ഞാനോ വളരണം അവനോ കുറയണം, അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ളതിൻ്റെ വലിയ സംഘർഷം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷ വേല തന്നെ ഒരു വേലയായി മാറുന്നതായ കാലമാണ് ഈ കാലം. ഇതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നതായ അനേക വ്യക്തിത്വങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ കാലത്ത് അത്തരം ശുശ്രൂഷകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് നാം തിരിച്ചറിയും. എപ്പോഴും ദൈവം അനുഗ്രഹിക്കുന്ന നന്മകൾ നൽകും എന്ന് പറയുന്നവർക്കൊന്നും കൊറോണ ഓരോരുത്തരെയും രോഗികളാക്കി മുന്നേറുന്ന ഈ കാലത്ത് എവിടെ അനുഗ്രഹം? വേദനിക്കുന്നവനോടുകൂടെ വേദനിക്കുന്നതായ ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് നാം വളരെ ബോധമുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹമേ, നമുക്ക് പ്രതിബദ്ധതയോടെ ഡെഡിക്കേഷനോടുകൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ള നിയോഗമാണ് ശിഷ്യത്വം നൽകുന്നത്. ഡെഡിക്കേറ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് ഒരുവനെ വിളിക്കുമ്പോൾ സർവ്വതും ഉപേക്ഷിച്ച് അവന് വേണ്ടി മുൻഗണനകളിൽ ആയിരിക്കുക എന്നാണ് പറയുന്നത്. Deny yourself. Jesus expects us to follow him without any delay. Following Jesus must be our priority in life. കർത്താവിനെ സാക്ഷിക്കുക, അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അകലങ്ങൾ കൂടാതെ അവനു വേണ്ടി സമർപ്പിതരായി ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ കർത്താവിനെ അടുത്ത് അനുഗമിച്ച് നിയോഗങ്ങൾ സ്വീകരിക്കുന്ന മുഖാന്തരങ്ങളായി മാറണം. കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ
3 മാനങ്ങളാണ് നാം ഈ നേരത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത് നാം ധ്യാനിച്ചത്. തന്നെ ത്യജിക്കുക, ഡിനൈ അവർ സെൽഫ്, ഡിസയർ ടു ബി എ സർവൻറ്റ് ഡെഡിക്കേറ്റഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവം ഈ വലിയ നിയോഗത്തിൻ്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ അനുയായിയിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ കാലത്തെ ജീവിതം ഏറ്റവും സംഗതമാക്കി തീർക്കുവാൻ, അത് ലോകത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവത്തോട് ഏറ്റുപറയാം. ഇത് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമ്മെ കുമ്പസാരിക്കുവാനും വിശുദ്ധ മേശയിൽ പങ്കെടുക്കുവാനും ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവേ. ഈ പ്രാർത്ഥന എൻ്റെ പിന്നാലെ അനുതാപ ഹൃദയത്തോടെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാൻ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പ് എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. സത്യമായി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണികനായ ദൈവം തമ്പുരാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അവനോട് നിത്യസംസർഗത്തിനും നിത്യകൂട്ടായ്മയ്ക്കും നിത്യജീവനും നിങ്ങളെ പാത്രതയും യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. എൻ്റെ സഹോദരീ സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും ഞങ്ങളോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, പരിപൂർണമായ സ്നേഹവും സമാധാനവും ഐകമത്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും
സ്തുതി സ്തോത്രവും കരറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സ്നേഹവും സമാധാനവും ഞങ്ങളിൽ വസിക്കുമാറാകണമേ. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ ഏകപുത്രൻ്റെയും നിന്റെ വിശുദ്ധരുവായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധകുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊയനാൻ ഒമറീനാൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കസായയും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് കൊടുത്ത എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. ലബോ കാതമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവേ മിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേ മിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും ഇപ്പോഴും തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളിൽ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ പീലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലിത്തായും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയഡോഷ്യസ്, യുയാക്കീം മാർ കുറിലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫീലക്സ്നോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സെഫാനോസ്, തോമസ് മാർ ടീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ നീ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ ഉത്സാഹത്തോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാം. നമ്മുടെ ഈ ലോകത്തെ എല്ലാ ജനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക ലക്ഷ ആളുകൾ ഇന്ന് ഈ COVID-19 രോഗത്താൽ ഭാരപ്പെടുന്നു. മരണം അനേക ലക്ഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമേ, ഈ ലോകത്തോട് അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ വാസ്തവമായി പ്രാർത്ഥിക്കുന്നു. ഭാരതരാജ്യം പ്രത്യേകമായി ദൈവമേ, ഈ 1 മാസക്കാലമായി ആളുകൾ ഭവനങ്ങളിൽ തന്നെ കഴിയുവാനായിട്ട് നിർബന്ധിതമായിരിക്കുന്ന സാഹചര്യം, രോഗം ബാധിച്ചവർ, മരണത്തെ പുൽകിയവർ, വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ, തൊഴിൽ നഷ്ടപ്പെട്ടതായ ആളുകൾ, തൊഴിൽ മേഖലകൾ തുറക്കുവാൻ സാധിക്കാതെ നെടുവീർപ്പിലും നിരാശയിലുമായിരിക്കുന്ന ആളുകൾ, ദൈവമേ, ഈ രാജ്യത്തോട്, ജനത്തോട്, നിന്റെ സൃഷ്ടിയോട് അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിന് അസാധ്യമായത്, മനുഷ്യർക്ക് അസാധ്യമായത്
ദൈവത്തിന് സാധ്യമാകുന്നു എന്ന് നിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ദൈവമേ, നിൻ്റെ വചനം അത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തെ മഹാമാരിയിൽ നിന്നും നിൻ്റെ ജനത്തെ മരണത്തിൽ നിന്നും അവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിലും വ്യസനത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനേക ആളുകൾ സ്വഭവനങ്ങളിൽ എത്തുവാൻ സാധിക്കാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ദേശത്തിൻ്റെ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കും. ഭക്ഷണമില്ലാതെ ജീവിക്കുവാൻ സാഹചര്യങ്ങളില്ലാതെ ആയിരിക്കുന്ന എല്ലാ പ്രവാസ ജീവിത അനുഭവങ്ങളെയും ദൈവമേ നീ കരുണയോടെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏകാന്തതയിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട്. മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേക ആളുകളുണ്ട്. ദൈവമേ, നിന്റെ സാന്നിധ്യത്താൽ ഈ ലോകത്തെ അവിടുന്ന് രക്ഷിക്കണമേ. സഭയോട് കരുണ ചെയ്യണമേ. കൂട്ടായ്മയ്ക്കായി ഒരുമിച്ച് കൂടുവാൻ സാധിക്കാത്തതായ ഈ നാളുകൾ ദൈവകരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളായി ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കർത്താവെ, ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം അത് ഏത് മഹാവ്യാധിയെയും ഞങ്ങളെ കാത്ത് പരിപാലിക്കുവാൻ തക്കത് എന്ന് വിശ്വസിക്കുവാൻ, ദൈവകരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുവാൻ ഈ നാളുകൾ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സഭയെയും വിശിഷ്യ ഞങ്ങളുടെ സഭാ നേതൃത്വത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 27-ാം തീയതി ജന്മദിനം കൊണ്ടാടുന്ന അഭിവന്യ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ. ദൈവം ആയുസ് നൽകി ഈ ലോകത്തെ അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, അവിടുത്തെ കരുണയിൽ നീ സൂക്ഷിക്കണമേ. ദൈവകരുണ ഈ ദേശത്തിനും സഭയ്ക്കും ലഭിക്കുവാൻ എൻ്റെ ദാസനെ അവിടുന്ന് കരുതലിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പോലിത്ത തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. സഭയെ എല്ലാ തരത്തിലും നേതൃത്വം നൽകി മുൻപോട്ട് നയിപ്പാൻ ഈ പ്രതിസന്ധി കാലത്തിൽ കർത്താവിൻ്റെ ജ്ഞാനം നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി ദൈവമേ അഭിവന്യ തിരുമേനിമാരെയും മെത്രാപ്പോലിത്തായെയും ദൈവം കാത്തുകൊള്ളണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടത്ത സമൂഹത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുവിശേഷ വേലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വ്യാപരിക്കുവാൻ സാധിക്കാതെ വിവിധ ഇടങ്ങളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നതായ അനേക ദൈവവിശ്വാസികൾ, വേലക്കാർ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ ഇടവകയെ പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അനേക ആളുകൾ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ ഈ നാളുകൾ കടന്നു പോകുന്നു. തൊഴിൽ നഷ്ടമായ ആളുകൾ, ഈ രോഗത്തിൻ്റെ ഭീഷണിയിൽ നേരിടുന്നതായ കുടുംബാംഗങ്ങൾ, സ്വദേശത്തും വിദേശത്തുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നതായ ആളുകൾ, ക്വാറന്റൈൻ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായ അനേക ജീവിതങ്ങൾ, ദൈവമേ നിന്റെ മക്കളോട് അവിടുന്ന് ചെയ്യണമേ. വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് പറയുവാൻ നിന്റെ മക്കളുടെ ജീവിതങ്ങളെ അവിടുന്ന് കരുണയിൽ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന നിന്റെ മക്കൾക്ക് സമാധാനവും സുരക്ഷിതത്വവും അവിടുന്ന് നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും രോഗികളെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അല്ലാതെ ആശ്രയിപ്പാൻ മറ്റാരുമില്ലല്ലോ. ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഏകാന്ത ജീവിതം നയിക്കുന്നവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകമായി ആശുപത്രികളിൽ വിവിധങ്ങളായ ആരോഗ്യ പരിപാലന മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വജീവിതം ത്യജിച്ചുകൊണ്ട് നിന്റെ മക്കൾ ഈ നാളുകളിലൊക്കെ രാജ്യത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നല്ലോ. കർത്താവെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധങ്ങളായ ജനകീയ ശുശ്രൂഷകളിലായിരിക്കുന്ന അനേക ആളുകളുണ്ടല്ലോ. പോലീസുകാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഭരണകർത്താക്കൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, രാജ്യത്തെ പ്രധാനമന്ത്രി, എല്ലാ മന്ത്രിമാരും കർത്താവെ നിന്റെ മക്കളോടെല്ലാം അവിടുന്ന് കരുണ ചെയ്യണമേ.
അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ദൈവഹിതമായി തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അത് അനുസരിപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളെ തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താപത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും കർത്താവിനോട് ചേർന്നുള്ള കൂട്ടായ്മയുടെയും നാളുകളാക്കി ഞങ്ങളുടെ ശുശ്രൂഷകളും വചനകേൾവിയും ഒക്കെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇടവകയെയും ചുമതലക്കാരെയും വിശിഷ്യ ഞങ്ങളുടെ അച്ഛന്മാരെയും കുടുംബാംഗങ്ങളെയൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കൾക്ക് ദൈവാശ്രയവും കർത്താവിൻ്റെ വലിയ കൃപയും നൽകി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ സകലവും അറിയുന്ന, വേദനയിൽ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമസ്ത യാചനകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ സംഗ്രഹിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. കരുണയാകുന്നു. ആമേൻ. കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നതിന് നിവർത്തി വരുന്നതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതനാമായിടുവാൻ ജീവികളായി നടന്നപ്പോൾ ഉപദേശിച്ചിട്ടുള്ളവരാം പുണ്യ പിതാക്കളെ പ്രാർത്ഥന കാഴ്ചകളൊക്കെയിലും ഓർത്തവരെ പിന്തുടരേണം. സുതനവരെ മോക്ഷയാനുകൂലമാക്കും. നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കേണമേ. എന്റെ സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട്
കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പാറിക്കുമാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം തന്നെ ആമേൻ. കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു, നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദം സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്ദിനും സുസ്ഥിരമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന് നേക്കൾ പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ല നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കും തിരുസനിയുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നതിന് മേൽ ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരുണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആമേൻ. ഞങ്ങൾ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, ഉത്തരമറി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപത്തിന്റെ മോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചീന്തപ്പെടുകയും ചെയ്തായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെ ശരീരത്തിന് സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. കർത്താവിൻ്റെ തിരുശരീരം, കർത്താവിൻ്റെ തിരുശരീരം. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവം എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നിന്നെ മുട്ടൂത്തി വന്ദിക്കും, സകലനാമത്തിന്റെ നാമത്തിനെ സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിച്ച് താങ്ങി നിർത്തിക്കൊള്ളണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ ആനന്ദിച്ചിരിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ പുണ്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു കൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശരക്തങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്തൊരാഹാരമായി തീർന്ന സാക്ഷാൽ അപ്പമായ മശിഹാ തമ്പുരാനെ, ഭയങ്കരമായ ശിക്ഷാവധിയിൽ നിന്ന് ഞങ്ങളുടെ ദേഹികളെയും ദേഹങ്ങളെയും കാത്തുകൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും
എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ഞങ്ങളിനുടയ കർത്താവേ, ക്രിസ്ത്യാനികളിൻ സംഘത്തെ ആത്മിക ലൗകിക സമ്പത്താൽ അനുഗ്രഹിച്ചിടണമേ. ഇന്ന് സൗഖ്യ സമാധാനാഹാരം ഞങ്ങൾ കരുളുക ധാരാളം. കാലോചിതമാം ഭാഗ്യത്താൽ തുഷ്ടി വരുത്തണം ഞങ്ങൾക്ക്. കർത്താവേ, തിരുസുരന്റെ ദാസന്റെ പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും കുറവുമുള്ള ദാസർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി പാർത്ത് എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. Announcements for this Sunday. First of all, I would like to say our Ansanachan is now transferred to Kulisekaram Mathoma Church. We really plan to give him a farewell meeting today immediately after this service, but because of this lockdown, we are not able to do that. But we are planning to give it just after the lockdown. We are waiting for that time. We don't know when it will happen, but pray and wait for it. Second, marriage ban. This is to inform you that the marriage of Ashwin Varghese, son of Mr. Binu Varghese and Mrs. Minnie Varghese of Ainavaram Prayer Group of our parish, with Nikita Nixon, daughter of Mr. Nixon C. Baby and Mrs. Shirley Nixon, Kundangulam St. Thomas Church, Orthodox Church, will be solemnized at our church on July 9, 2020. This is the first announcement. If there are any legal or ecclesiastical impediments, please give it in writing, or otherwise, it is not possible to write it, inform me through the media or the phone. Please keep them in our prayers so that this marriage will take place on 9th of July. They are waiting for it and they need our prayers. Okay. Now this is the time for special prayer. First of all, I am going to read out the names of those people who are celebrating their birthdays. Neha Moni John Chetpat, Nisha Anil John Kilpop, Anisha Mary Stephen Chulemet, Annie Philip Ainavaram, Matthew Philip Ainavaram, Rohan Abraham Amjikare, Professor A.N. Thomas Kodambakam, Matthew Sam Kilpop, Alex Matthew Chulemet, Mary Ajit Abraham Ainavaram. Binoj J. Amijigare, Susan Matthew Gilpop, Dr. Prince Thomas Amijigare, Nikita Philip Amijigare, Akama Kurivilla Nandanam, Eliam Varghese Chetpat, Mary Varsarajan Chulaimet, Wilson Chako Ainavaram, Sunita Susan Joshi Chetpat, Daniel Wilson Chako Ainavaram, then Nevin Matthew Jacob Amijigare, Ivana Liz Siju Roypeta, Jacob Cherian Uramvelil Virgambakam, Shaju Thomas Egmore, Sam Ashish Biju Ainavaram, Alvin Biju Kochi Virgambakam, George Palat Egmore, Advocate Sandosh Ukur Chetpat, Minnie B. Varghese Ainavaram, George John Nandanam, Annie Lenin Virgambakam.
These are the people celebrating birthdays. I know some other people whom are watching and joining with us in this service, they may be celebrating their birthdays. We will be upholding you also in our prayers. Now, those people who are celebrating their wedding anniversaries. S. John Roypeta, Mr. and Mrs. S. John Roypeta, Mr. and Mrs. Babu Jodnandanam, Mr. and Mrs. Thomas Varghese T. Roypeta, Mr. and Mrs. John Daniel Chetpet, Mr. and Mrs. Shibu Thomas Roypeta, Mr. and Mrs. Sandosh Thomas Kodambakam, Mr. and Mrs. Sam Abraham Chulaiman, Mr. and Mrs. Thomas George P. Nungambakam, Mr. and Mrs. Shashi Samson Kodambakam, Mr. and Mrs. Suji George Kilpak. Let us pray. Our loving God, Heavenly Father, we are upholding all these your children who are celebrating birthdays and wedding anniversaries, and also all other people whom are joining with us celebrating their birthdays and wedding anniversaries these days in your hands. Thank you, Lord, for creating them, sustaining them, and keeping them safe in your mighty hands. Lord Almighty, forgive all their shortcomings and trespasses. Empower, Lord, them with your Holy Spirit, so that they may be faithful in all their responsibilities and they may be useful for the kingdom of God. Lord, help them all to come closer to you by reading and meditating upon thy word each and every day, and also, Lord, by having morning and evening family prayers, and also by turning their home into a parish, a house of the Lord, by having prayers and other kinds of spiritual programs in their house. Lord Almighty, bless those people who are celebrating birthdays and wedding anniversaries. Bless all of them, Lord. Protect them from all kinds of difficulties and shower upon them manifold blessings. In this time, Lord, we are praying for those people who are affected with COVID-19. All over the world, Lord, now we are going to have about 1 crore of people affected with this disease. Lord, we are praying for all of them. Lord, we are praying for the COVID patients in India, in Tamil Nadu, Kerala, and in Chennai city. Now we are having 9 COVID patients in our parish. Lord Almighty, we are upholding them all in your mighty hands. Touch them, Lord, touch them. Give them, Lord, speedy recovery from all the difficulties. Lord, keep them under your wings so that they may not have any problems, any kind of difficulties during these days, and Lord, give them your blessings from above so that they may come back after the treatment and they may testify you and they may witness you in our church, saying that Lord has done wonderful things in their life. We are praying for doctors, nurses, and other medical staff. We are praying for the bereaved families of COVID patients. We are praying for other people whom are working in this field of this area. Lord, bless all of them. We are praying for all the churches all over the world. Lord, help all the church to become salt of the earth and light of the world in this lockdown time. Lord, we are upholding our metropolitan in your hands. Yesterday, as he has celebrated his 90th birthday, Lord, we are praying for him to give him good health, long life, and all the blessings to lead our church in the path of God. Lord, give him more and more blessings in his life to lead our church. We are praying for William Metropolitan and for all the bishops, especially for our diocesan bishop, Matthew Smarmakariya Sirmeni. Lord, we are praying for all the agents, especially agents of our Chennai Bangalore diocese, for all the evangelists and their family members, and also, Lord, for all the believers in our diocese. Lord, our Heavenly Father, we are praying for all the families in our church. Lord, you know them very well. We are upholding everybody in your hands. Lord, keep them safe and bless them more and more so that they may become your blessings and your witnesses in our community. Loving Father, we are praying for other sick people in our church, P.T. John Uncle, A. Thomas Uncle, and also Lord Lallu Andy and Leela John Andy, and also Lord Jesse Thomas, and also Lord, we are praying for other people whom are known to us are sick, especially Jibin and Selin Mold. Lord, keep them all under your wings. Now we are praying for our aunts and Achan, Shirley Kachama, Prathana Mold, and Achuman. They are leaving our church in the coming days. Lord Almighty, we are praising you, Lord, for their wonderful ministry in our church for the last 3 years. Lord,
Bless them more and more so that their new assignment will become a blessing to the parish of Kulashekaram and other areas over there. Thank you, Lord. Help them to reach there safely and give them, Lord, a right path to reach there at the earliest so that they can join that parish at the stipulated time. Lord, we are praying for Vibhinachan and all the members of our parish. Lord Almighty, bless us, be with us. In Jesus' precious name we pray. Amen. കാണും വരെ നീ നാം തമ്മിൽ കൂടിയിരിക്കട്ടെ ദൈവം താൻ നടത്തിപ്പാലേ കാത്തു പാലിക്കട്ടെ നിങ്ങളെ പാലിക്കട്ടെ താൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.